അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ വൻപയറും മത്തനും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ മത്തങ്ങ കറിയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ മത്തങ്ങയും പയറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മത്തൻ വറവാക്കുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ മത്തനും പയറൊക്കെ ഇട്ടിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതാ മുറിച്ച മത്തൻ കഴുകിയിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വൻപയറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയർ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ ഈ മത്തൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വേവ് കുറഞ്ഞ പയറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വേവ് അധികമുള്ള വൻപയറൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം പയർ 2 വിസിൽ വേവിച്ചിട്ട് വേണം അതിലേക്ക് മത്തൻ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ മതി കേട്ടോ ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ പാകത്തിന് നമ്മുടെ മത്തനും പയറും വെന്തിട്ടുണ്ടാവുമേ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ 1 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. അധികം നമ്മൾ മഷി പോലെ അരക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ മത്തനും പയറൊക്കെ ഇവിടെ വെന്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അധികം വെള്ളമാവാൻ പാടില്ല. നമ്മളെ കറി ഇത്തിരി തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത്തിരി എരിവ് കുറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടുകും ഉള്ളിയൊക്കെ ഇതിലേക്ക് വറുത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്നവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതാ ഒരു അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാനിത് കൈവിടാണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല രീതിക്ക് ഇതുപോലെ ആവണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ അല്പം കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുവും കൂടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിന് കേട്ടോ. നമ്മൾ മത്തം വെച്ചിട്ട് വറവൊക്കെ അല്ലേ ഉണ്ടാക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ പയറൊക്കെ വെച്ചിട്ട് മത്തനിൽ പയറൊക്കെ വെച്ചിട്ട് ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.